ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. ما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح ويرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, മഹാനായ പണ്ഡിതൻ ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അൽ ഉർജൂസത്തുൽ മീഇയ ഫീ ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ എന്ന കവിതയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അൽഹംദുലില്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, ജീവചരിത്രം ലഘുവായി വിശദീകരിക്കുന്ന കവിതയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും അതുപോലെ ആരൊക്കെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാല് കൊടുത്തതും അതുപോലെ തന്നെ മാതാവിനെ കുറിച്ച്, പിതാവിനെ കുറിച്ച് ഒക്കെയായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ദർസുകളിലായി കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞത് അബൂ താലിബിന്റെ കൂടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷാമിലേക്ക് പോയതുമായി ബന്ധപ്പെട്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ താലിബിന്റെ കൂടെ ഷാമിലേക്ക് പോയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വരികൾ നമ്മുടെ സഹോദരൻ സഅദ് പാരായണം ചെയ്യും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وسار نحو الشام أشرف الورى في عام 25 اذكرا لأمنا خديجة متجرا وأعاد فيه رابحا مستبشرا فكان فيه عقده عليها وبعده إفضاؤه إليها وولده منها خلا إبراهيم فالأول القاسم حاز التكريم وزينب رقية وفاطمة وأم كلثوم لهن خاتمة والطيب الطاهر عبد الله وقيل كل اسم لفرد زاهي والكل في حياته ذاق الحمام وبعده فاطمة بنصف عام. جزاكم الله خيرا. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇമാം ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, وسار نحو الشام أشرف الورى في عام 25 اذكرا لأمنا خديجة متجرا. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ താലിബിന്റെ കൂടെ ഷാമിലേക്ക് പോയത് നമ്മൾ കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത്തെ തവണ ഷാമിലേക്ക് പോകുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവട ആവശ്യത്തിന് വേണ്ടിയാണ്. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദീജ റളിയല്ലാഹു അൻഹ കച്ചവട ആവശ്യത്തിന് വേണ്ടി ഷാമിലേക്ക് പറഞ്ഞയച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അറബികൾ പണ്ടുകാലത്ത് കച്ചവടത്തിന് പ്രധാനമായും തെരഞ്ഞെടുത്ത സ്ഥലം രണ്ട് സ്ഥലങ്ങളായിരുന്നു. കച്ചവടത്തിനു വേണ്ടി അറബികൾ പണ്ടുകാലത്ത് തെരഞ്ഞെടുത്ത സ്ഥലം രണ്ട് സ്ഥലങ്ങളായിരുന്നു. ഒന്നേതാണ്? സൂചിപ്പിച്ചതുപോലെ ഷാമാണ്. രണ്ടാമത്തെ സ്ഥലം യമനാണ്. യമൻ. ഈ രണ്ട് സ്ഥലങ്ങളായിരുന്നു അറബികൾ കച്ചവടം ചെയ്യാൻ വേണ്ടി പോയിരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ സത്യസന്ധത കൊണ്ടും അതുപോലെ തന്നെ അമാനത്ത് കൊണ്ടും സൽസ്വഭാവം കൊണ്ടുമൊക്കെ അറിയപ്പെട്ട ആളായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ മക്കക്കാർ എന്തായിരുന്നു റസൂലിനെ വിളിച്ചിരുന്നത്? അൽ അമീൻ എന്നായിരുന്നു. എല്ലാവർക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ ഇഷ്ടമായിരുന്നു. റസൂലിന്റെ സ്വഭാവവും അതുപോലെ തന്നെ സത്യസന്ധതയുമെല്ലാം മക്കക്കാർക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ഇത്രയും നല്ല ഒരാളെ കച്ചവടത്തിനു വേണ്ടി എന്ത് ചെയ്യുകയാണ്? ഖദീജ റളിയല്ലാഹു അൻഹ തെരഞ്ഞെടുക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കച്ചവടത്തിനു വേണ്ടി ഖദീജ റളിയല്ലാഹു അൻഹ തിരഞ്ഞെടുക്കുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ന് പ്രവാചകത്വം ലഭിച്ചിരുന്നില്ല. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂടെ കച്ചവട ആവശ്യത്തിന് അല്ലെങ്കിൽ അവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഷാമിലേക്ക് പറഞ്ഞയക്കുമ്പോൾ എന്ത് ചെയ്തിരുന്നില്ല? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലായിരുന്നില്ല. അന്ന് റസൂലിന് എത്രയാണ് പ്രായം? എത്രയാണ്? 25 വയസ്സായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം. ഈ സാഹചര്യത്തിൽ ഖദീജ ബീവിയുടെ അടിമയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടിമയായ മൈസറയുടെ കൂടെയാണ് ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി അയക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആരെയാണ് അയച്ചത്? മൈസറ എന്ന് പറയുന്ന ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടിമയെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അയക്കുന്നത്. ഏത് രൂപത്തിലുള്ള കച്ചവടമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്? ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ അൽ ഫുസൂൽ ഫി സീറത്തി റസൂൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാം, കാന അലാ സബീലിൽ ഖിറാൽ, കാന അലാ സബീലിൽ ഖിറാൽ, ഖിറാലിന്റെ രൂപത്തിലായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹയുമായി കച്ചവടം ചെയ്തിരുന്നത്. എന്താണ് സഹോദരങ്ങളെ ഖിറാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ മുലാറബ എന്നും ഈ കച്ചവടത്തിന് പറയുന്നതായി കാണാം. അഥവാ മുലാറബ, ഖിറാൽ എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാണ്. എന്താണ് ഇതിന്റെ രൂപം? ഇതിന്റെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്തുള്ള ഒരു വ്യക്തി എന്തു ചെയ്യും? ആ സമ്പത്ത് നൽകും, വേറെ ഒരാൾ അധ്വാനിക്കും. ഇതിനാണ് ഖിറാൽ എന്ന് പറയുക, അല്ലെങ്കിൽ മുലാറബ എന്ന് പറയുക. ഉദാഹരണത്തിന് എന്റെ കയ്യിൽ എന്തുണ്ട്? സമ്പത്തുണ്ട്. ഞാനത് എന്ത് ചെയ്യും? വേറെ ആൾക്ക് കൊടുക്കും കച്ചവടം ചെയ്യാൻ വേണ്ടി. എന്നിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം നമ്മൾ എന്ത് ചെയ്യും? തുല്യമായ രീതിയിൽ വീതിച്ചെടുക്കും. അത് ഫിക്സഡ് ആയിട്ട് ഇത്ര പൈസ ലഭിക്കും എന്ന് പറയാൻ പറ്റൂല, അങ്ങനെ പാടില്ല. മറിച്ച് എത്രയാണോ ലഭിക്കുന്നത് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീതിക്കുന്ന രൂപത്തിനാണ് മുലാറബ എന്ന് പറയുന്നത്. ചെറിയ രൂപത്തിൽ പറഞ്ഞെന്ന് മാത്രം. കച്ചവടത്തിന്റെ വിഷയങ്ങൾ നിങ്ങൾ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ പഠിക്കും. ചെറിയ രൂപത്തിൽ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഈ രൂപത്തിലുള്ള കച്ചവടത്തിനാണ് ഖദീജ ബീവി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്ത് ചെയ്തത്? തെരഞ്ഞെടുത്തത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ രൂപത്തിലുള്ള കച്ചവടം ചെയ്യാൻ വേണ്ടിയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ തെരഞ്ഞെടുത്തത്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ യമനും പിന്നെ ഏത് നാടാണ്? ഷാമുമായിരുന്നു കച്ചവടത്തിന് അറബികൾ സ്വീകരിച്ച സ്ഥലം. ഇതിൽ 2 തവണ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടേക്ക് പോയതായിട്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്? ഷാമിലേക്ക്. ഷാമിലേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയതായി 2 തവണ പോയതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. എന്നാൽ രണ്ടാമത്തെ സ്ഥലം എവിടെയാ അറബികൾ പോയിരുന്നത്? യമൻ. അവിടെ പോയതായി എന്ത് ചെയ്തിട്ടില്ല? സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് കച്ചവട ആവശ്യത്തിന് പോയതായി എവിടെയും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ഇമാം ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാ അവിടുന്ന് പറയുകയാണ്, വആദ ഫീഹി റാബിഹൻ മുസ്തബ്ശിറ, അവിടുന്ന് പറയുകയാണ് വആദ ഫീഹി റാബിഹൻ മുസ്തബ്ശിറ. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷാമിൽ നിന്ന് തിരിച്ചു വന്നത് എങ്ങനെയാണ്? വആദ, മടങ്ങി വന്നു. ആദ എന്ന് പറഞ്ഞാൽ മടങ്ങി വരിക. മടങ്ങി വന്നു. ഫീഹി റാബിഹൻ മുസ്തബ്ശിറ. എങ്ങനെയാണ് തിരിച്ചു വന്നത്? റാബിഹൻ, വളരെയധികം ലാഭം കൊയ്തുകൊണ്ട്. ഷാമിലേക്ക് പോയി കച്ചവടം ചെയ്ത് വളരെയധികം ലാഭം കൊയ്തുകൊണ്ട് മുസ്തബ്ശിറൻ, സന്തോഷവാനായിക്കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് തിരിച്ചു വന്നു. ഈ ഒരു യാത്രയിൽ നമ്മൾ പറഞ്ഞിരുന്നു, അടിമയായ ആരെയാണ് റസൂലിന്റെ കൂടെ അയച്ചത്? മൈസറ. മൈസറയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അയച്ചത്. കച്ചവടം കഴിഞ്ഞ് ലാഭവുമായി മക്കയിലേക്ക് തിരിച്ചു വന്ന സാഹചര്യത്തിൽ മൈസറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും അതുപോലെ തന്നെ കച്ചവടം ചെയ്യുമ്പോഴുള്ള സ്വഭാവവും ആർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്? ഖദീജ റളിയല്ലാഹു അൻഹക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കച്ചവടത്തിന്റെ ശൈലിയും അതുപോലെ തന്നെ കച്ചവടം ചെയ്യുമ്പോഴുള്ള ആ ഒരു സത്യസന്ധതയും ഇതൊക്കെ ഖദീജ റളിയല്ലാഹു അൻഹക്ക് മൈസറ വിവരിച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മളൊരു കച്ചവടം ചെയ്യുമ്പോൾ ആദ്യം വേണ്ടത് എന്താ? സത്യസന്ധതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം ഈ ഒരു അർത്ഥത്തിൽ, അഥവാ ആരുടെ കച്ചവടത്തിലാണോ അവൻ സത്യസന്ധത കാണിക്കുന്നത് അവന്റെ കച്ചവടത്തിൽ ബറക്കത്ത് ഉണ്ടാകുമെന്നാണ്. അല്ലെ, ചില ആളുകൾ ചില സാധനങ്ങൾ തൂക്കുമ്പോൾ എന്ത് ചെയ്യും? കറക്റ്റ് കൊടുക്കും.
ഒരുപക്ഷെ അതെന്തായേക്കാം, കുറയാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്താൽ അതിൽ ബറക്കത്തുണ്ടാകും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്തെങ്കിലും തൂക്കി കൊടുക്കുമ്പോൾ. അതുപോലെ തന്നെ പറയുന്ന കാര്യം കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇന്ന കാര്യങ്ങളുണ്ട്, ഈ സാധനത്തിന് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം. അതിൽ ബറക്കത്തുണ്ടാകും, തീർച്ചയായും അതിൽ ബറക്കത്തുണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു ബാബാണ് എന്ത്? കിതാബുൽ ബുയൂ, അഥവാ കച്ചവടവുമായി ബന്ധപ്പെട്ട അതിന്റെ ഫിഖ്, അതിന്റെ കർമ്മശാസ്ത്രം, എങ്ങനെ കച്ചവടം ചെയ്യണം, ഏതൊക്കെ കച്ചവടമാണ് ഹലാലായത്, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് കച്ചവടക്കാരുണ്ടെങ്കിൽ പല ആളുകൾക്കും, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പല രൂപത്തിലുള്ള കച്ചവടങ്ങൾ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റും. അതിൽ പലതും ഹറാമായ കച്ചവടങ്ങളാണ്. പല ആളുകൾക്കും അറിയില്ല. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യണം? ഈ വിഷയം പഠിക്കണം. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും അതുപോലെ തന്നെ മൈസറ പറഞ്ഞു കൊടുത്തപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് എന്തുണ്ടായി? ഫകാന ഫീഹി ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഫകാന ഫീഹി അഖ്ദുഹു അലൈഹാ വബഅദഹു ഇഫ്ലാഉഹു ഇലൈഹാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സ്വഭാവവും മറ്റും കേട്ടപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം ചെയ്യാൻ വേണ്ടി ആലോചിക്കുകയുണ്ടായി. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സ്വഭാവ ഗുണങ്ങളെ പറ്റി കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അന്ന് റസൂലിന് എത്രയാണ് പ്രായം? 25 വയസ്സാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ന് പ്രായം 25 വയസ്സാണ്. ഈ 25 വയസ്സ് റസൂല് കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ച് എല്ലാവരും ഇത് 25-ൽ കെട്ടണമെന്നുണ്ടോ? ഇല്ല. ഇതെന്താണ്? ഓരോ ആളുകൾക്ക് അനുസരിച്ചാണ്. ചില ആളുകൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? പെട്ടെന്ന് കല്യാണം കഴിക്കേണ്ടി വരും. ചില ആളുകൾക്ക് കുറച്ച് കഴിഞ്ഞയക്കാം. അങ്ങനെ ഓരോ ആളുകളെയും പരിഗണിച്ചായിരിക്കും ഈ കല്യാണത്തിന്റെ വിഷയം വരിക. അതിൽ 5 ഹുക്കുമുകൾ വരും. ചില ആളുകൾക്ക് ഹറാമായിരിക്കും കല്യാണം കഴിക്കൽ, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവാം. ചില ആളുകൾക്ക് മുസ്തഹബായിരിക്കും, ചില ആളുകൾക്ക് വാജിബായിരിക്കും. അങ്ങനെ എല്ലാ ഹുക്കുമുകളും എന്തുവരും? കല്യാണ വിഷയത്തിൽ വരുമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര വയസ്സാണ്? 25 വയസ്സ്. ഇനി ഖദീജ ബീവിക്ക് റളിയല്ലാഹു അൻഹ എത്ര വയസ്സാ? 40 ആണ്. ഖദീജ റളിയല്ലാഹു അൻഹക്ക് 40 വയസ്സായിരുന്നു പ്രായം. നോക്കൂ സഹോദരങ്ങളെ, ഖദീജ ബീവിയുടെ മുഴുവൻ പേരെന്താണ്? ഖദീജ റളിയല്ലാഹു അൻഹയുടെ മുഴുവൻ പേര് ഖദീജ ബിൻത് ഖുവൈലിദ്. ഖദീജ ബിൻത് ഖുവൈലിദ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? ഖദീജ ബീവിയെ വിവാഹം ചെയ്യുകയും ചെയ്തു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയെ വിവാഹം ചെയ്യുകയും ചെയ്തു. റസൂലിന്റെ ആദ്യത്തെ ഭാര്യയാണ് ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി വിവാഹം ചെയ്യുന്ന സ്ത്രീ ആരാണ്? ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് തന്നെ ആദ്യ ഭാര്യ ആയതുകൊണ്ട് തന്നെ ഖദീജ റളിയല്ലാഹു അൻഹക്ക് എന്തുണ്ട്? ധാരാളം പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? പറഞ്ഞതുപോലെ ആദ്യത്തെ ഭാര്യ എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ഭാര്യയാണ് ആര്? ഖദീജ ബിൻത് ഖുവൈലിദ്. രണ്ടാമത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരുടെ ജീവിതകാലത്ത് മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നില്ല. അഥവാ ഖദീജ റളിയല്ലാഹു അൻഹ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തിരുന്നില്ല? മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നില്ല. ആ കാലഘട്ടത്തിൽ എന്താണ്? ഒന്നിൽ കൂടുതൽ കല്യാണം കഴിക്കൽ അനുവദനീയമായിരുന്നു. പണ്ടുകാലത്തെ ഒന്നിൽ കൂടുതൽ കല്യാണം കഴിക്കുക എന്നുള്ളത് അറബികൾക്കിടയിൽ വ്യാപകമായിരുന്നു. എന്നിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? ഖദീജ റളിയല്ലാഹു അൻഹ ഉണ്ടായിരിക്കെ മറ്റൊരു വിവാഹം ചെയ്തിരുന്നില്ല. ഇതും ഖദീജ റളിയല്ലാഹു അൻഹയ്ക്കുള്ളൊരു ശ്രേഷ്ഠതയാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ശ്രേഷ്ഠത ഇബ്രാഹിം എന്ന് പറയുന്ന മകൻ ഒഴികെ, ഇൻഷാ അല്ലാഹ് മക്കളുടെ വിഷയം അടുത്തത് വരുന്നുണ്ട്, ഇബ്രാഹിം എന്ന മകൻ ഒഴികെ ബാക്കി എല്ലാ മക്കളും ഖദീജ ബീവിയിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായതാണ്. അഥവാ ഇബ്രാഹിം എന്ന് പറയുന്ന മകൻ ഒഴികെ ബാക്കി എല്ലാ മക്കളും, 6ഓളം മക്കൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 7 മക്കളാണ്. ഇൻഷാ അല്ലാഹ് ആ വിശദീകരണം വരും. അതിൽ 6 മക്കളും ആരിൽ നിന്നുണ്ടായതാണ്? ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉണ്ടായതാണ്. നാലാമത്തെ ശ്രേഷ്ഠത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുനിയത്ത് സ്വീകരിച്ചത്
ഇവരിൽ നിന്നുണ്ടായ കുട്ടിയിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുനിയത്ത് സ്വീകരിച്ചത് ഇവരിൽ നിന്നുണ്ടായ കുട്ടിയിലേക്ക് ചേർത്തുകൊണ്ടാണ്. എന്താണ് ആ കുട്ടിയുടെ പേര്? അൽ ഖാസിം അല്ലെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുനിയത്ത് എന്താണ്? അബുൽ ഖാസിം അല്ലെ, അബുൽ ഖാസിം എന്നാണ്. എന്നാൽ ഖദീജ ബീവിയുടെ കുനിയത്ത് എന്താണ്? ഖദീജ ബീവിയുടെ കുനിയത്ത് റസൂലിന്റെ അബുൽ ഖാസിം ആണെങ്കിൽ ഖദീജ ബീവിന്റെ എന്താ? അല്ല, ഖദീജ ബീവിയുടെ കുനിയത്ത് എന്താണ്? ഉമ്മു ഹിന്ദ് എന്നാണ്. ഉമ്മു ഹിന്ദ്, ഉമ്മു ഹിന്ദിൻ. നമ്മൾ പഠിച്ചിരുന്നു ഹിന്ദ് എന്നുള്ളത് എങ്ങനെ വായിക്കണ്ടേ? മറന്നല്ലേ? ഉമ്മു ഹിന്ദിൻ. എന്തുകൊണ്ടാണ് ആ കുനിയത്ത് സ്വീകരിച്ചത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം ഖദീജ റളിയല്ലാഹു അൻഹുമായിട്ട് ആദ്യമായിട്ടാണെങ്കിലും ഖദീജ ബീവി എന്ത് ചെയ്തിട്ടുണ്ട്? അതിനു മുമ്പ് വിവാഹം ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി വിവാഹം ചെയ്തത് ഖദീജ ബീവിയെ ആണെങ്കിലും ഖദീജ ബീവി എന്ത് ചെയ്തിട്ടുണ്ട്? അതിനു മുൻപ് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അബൂ ഹാല എന്നായിരുന്നു ആദ്യത്തെ ഭർത്താവിന്റെ പേര്. ആ ഒരു വ്യക്തിയെയാണ് ഖദീജ ബീവി കല്യാണം കഴിച്ചത്. ആ ഭർത്താവിൽ നിന്നുണ്ടായ കുട്ടിയാണ് ആര്? ഹിന്ദ് എന്നുള്ളത്. ആ ഒരു കുനിയത്തിലാണ് ഖദീജ റളിയല്ലാഹു അൻഹ അറിയപ്പെട്ടത്. ഉമ്മു ഹിന്ദ് ഖദീജ ബിൻത്ത് ഖുവൈലിദ്. നമ്മൾ പഠിച്ചു വെക്കണം. ഈ കുട്ടിയിലേക്ക് ചേർത്തുകൊണ്ടാണ് ആര് കുനിയത്ത് സ്വീകരിച്ചത്? ഖദീജ റളിയല്ലാഹു അൻഹ. ഇനി അഞ്ചാമത്തെ ശ്രേഷ്ഠത, ഖദീജ ബീവിക്ക് സ്വർഗത്തിൽ ഒരു ഭവനമുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹീഹുൽ ബുഖാരിയിൽ സ്ഥിരപ്പെട്ടു വന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റു ഭാര്യമാർക്ക് ഇങ്ങനെ പറഞ്ഞതായി കാണാൻ സാധിക്കില്ല. അഥവാ പേരെടുത്തുകൊണ്ട് ഇന്ന വ്യക്തിക്ക് സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാൻ സാധിക്കില്ല. ആരൊഴികെ? ഖദീജ റളിയല്ലാഹു അൻഹ ഒഴികെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഖദീജക്ക് സ്വർഗത്തിൽ ഒരു ഭവനമുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആരെ? ഖദീജ റളിയല്ലാഹു അൻഹയെ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായി കാണാം, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യുക്സിറു ദിക്റഹാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജയെ കുറിച്ച് ധാരാളമായി ഇങ്ങനെ വർണ്ണിക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി ഇങ്ങനെ വർണ്ണിച്ചു പറയാറുണ്ടായിരുന്നു. ഖദീജ ബീവിയുടെ മരണശേഷവും ആയിഷ റളിയല്ലാഹു അൻഹ, പൊതുവെ സ്ത്രീകൾക്കുണ്ടാകുന്ന കാര്യമാണ് ഗിബ്തത്ത് എന്ന് പറയും. പൊതുവെ അത് സ്ത്രീകളുടെ എന്താണ്? ഫിത്രത്താണ്. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുമെന്നാണ്, അതൊരു വയസ്സായ സ്ത്രീകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമെന്നാണ്, ഇന്നഹാ കാനത് വകാനത്. അതെ, ഖദീജ അങ്ങനെയൊക്കെ ആയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അത്രയും ഇഷ്ടത്തിലായിരുന്നു. നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്ന വേളയിൽ അവിടത്തേക്ക് ചേർത്ത് പിടിച്ചതാരാണ്? ഖദീജ റളിയല്ലാഹു അൻഹയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനങ്ങളെല്ലാം ആട്ടിപ്പറഞ്ഞ സമയത്തും റസൂലിനെ ചേർത്ത് പിടിച്ചതാരാണ്? ഖദീജയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്രയും സ്നേഹമായിരുന്നു ഖദീജയോട്. ഇന്നഹാ കാനത് വകാനത് എന്ന് പറയുമായിരുന്നു. എന്നിട്ട് അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വറുബ്ബമാ ദബഹ അശ്ശാത ثم يقطعها أعضاء ثم يبعثها صدائق ഖദീജ. ഖദീജ ബീവിയുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ല ആടിനെയോ മറ്റോ അറുത്തു കഴിഞ്ഞാൽ അത് മുറിച്ചുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി കൊടുത്തയക്കുമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി ഇമാം ബുഖാരി മുസ്ലിമും റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. അപ്പോൾ അത്രമാത്രം സ്നേഹമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജയോട്. തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു റളിയല്ലാഹു അൻഹ. പിന്നീട് ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, വവുൽദുഹു മിൻഹാ ഖലാ ഇബ്രാഹിം ഫൽ അവ്വലുൽ ഖാസിം ഹാദാ തക്രീം വസൈനബുൻ റുഖയ്യത്തുൻ വഫാത്തിമ വഉമ്മു കുൽസൂം ലഹുന്ന ഖാതിമ. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, വത്തയ്യിബു ത്വാഹിറു അബ്ദുല്ലാഹ്. ഇത് ഈ ബൈത്തുകൾ വരുന്നത് ഏത് വിഷയത്തിലാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയമാണ്. എന്താണത്?
ഒന്നാമത്തെ കാര്യം വവുൽദുഹു മിൻഹ ഖല ഇബ്രാഹിം, ഖദീജ റളിയല്ലാഹു അൻഹയെ പറ്റി പറഞ്ഞതിന് ശേഷം അവിടുന്ന് പറയാണ് വവുൽദുഹു മിൻഹ ഖല ഇബ്രാഹിം, ഇബ്രാഹിം എന്ന കുട്ടിയൊഴികെ ബാക്കി എല്ലാവരും ഉണ്ടായത് ആരിൽ നിന്നാണ്? ഖദീജയിൽ നിന്നാണ്. ഫൽ അവ്വലുൽ ഖാസിം ഹാസ തക്രീം, അതിൽ ഒന്നാമത്തെ കുട്ടി ആരാണ്? ഖാസിമാണ് എന്നാണ് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി പറയുന്നത്. പിന്നീട് പറയാണ് വസൈനബുൻ വറുഖയ്യത്തുൻ വഫാത്തിമ. അങ്ങനെ പറയാൻ പറ്റുമോ? സൈനബുൻ എന്ന് പറയാൻ പറ്റുമോ? അറബി പഠിച്ച ആളുകളുടെ സൈനബുൻ വറുഖയ്യത്തുൻ എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ പഠിച്ച നിയമം എന്താ? അഹ്സൻത്. മൂന്നിൽ കൂടുതലുള്ള സ്ത്രീകളുടെ പേര് എങ്ങനെ പറയാൻ പാടില്ല? തെൻവീൻ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ ഇവിടെ പറഞ്ഞില്ലേ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കവിതകളിൽ എന്താണ് ഭാഷാ നിയമങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് വേറൊരു മസലയാണ്. ഇൽമുൽ അറൂൽ എന്ന് പറയും, കവിതയുമായി ബന്ധപ്പെട്ട ഒരു പഠനമാണ്. അത് ഇൻഷാ അല്ലാഹ് വേറെതാണ്. അപ്പോ പൊതുവെ അല്ലാതെ കവിതയിൽ അല്ലാതെ എങ്ങനെ നമ്മൾ പറയേണ്ടത്? സൈന ബു, ഖദീജ തു, ആയിഷ തു എന്നാണ്. പക്ഷെ ഇവിടെ കവിത ആയതുകൊണ്ടാണ് എന്ത് വന്നത്? വസൈനബുൻ റുഖയ്യത്തുൻ വഫാത്തിമ വഉമ്മു കുൽസൂമിൻ ലഹുന്ന ഖാതിമ. എന്നിട്ട് പറയുകയാണ് വസൈനബുൻ അല്ലെങ്കിൽ വസൈനബു. പിന്നീട് ആരാണ്? സൈനബാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ പേരാണ് പറയുന്നത്. ഖാസിം, പിന്നീട് ആരാണ്? സൈനബ്, പിന്നെ റുഖയ്യത്തുൻ. ശരിക്കും റുഖയ്യ എന്നാണ്. നമ്മുടെ നാട്ടിലെന്താ പറയാ? റുഖിയ, റുഖിയ എന്നാണ്. റുഖയ്യ, റുഖയ്യ എന്നാണ്. പിന്നെ ആരാണ്? ഫാത്തിമ, ഫാത്തിമയാണ്. വ ഉമ്മു കുൽസൂമിൻ ലഹുന്ന ഖാതിമ, അവസാനത്തെ മകൾ ആരാണ്? ഉമ്മു കുൽസൂമാണ്. പിന്നീട് പറയാണ് വത്തയ്യിബു ത്വാഹിറു അബ്ദുല്ലാ വഖീല കുല്ലു ഇസ്മിൻ ലിഫർദിൻ സാഹി. പിന്നെ ത്വയ്യിബും ത്വാഹിറുമായ അബ്ദുള്ളയാണ്. ഇത് രണ്ടും എന്തല്ല? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ പേരല്ല. അഥവാ ത്വയ്യിബും ത്വാഹിറും എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകന്റെ പേരല്ല, മറിച്ച് ത്വയ്യിബും ത്വാഹിറുമായ അബ്ദുള്ള എന്നാണ്. അഥവാ നല്ലവനായ വിശുദ്ധിയുള്ള അബ്ദുള്ള. അപ്പൊ അബ്ദുള്ളയാണ് മകൻ. ഇത് ഒരാളുടെ പേരാണ് എന്നാണ് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ പറയുന്നത്. എന്താണ് ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര മക്കളാണ്? അപ്പോൾ 7 മക്കളാണ്. അതില് എത്ര ആൺമക്കളാണുള്ളത്? 3 ആൺമക്കളും പിന്നീട് 4 പെൺമക്കളുമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളായിട്ടുള്ളത്. ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബ്ദുൽ ഉസ്സ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞതായി കാണാം. പക്ഷെ അതെന്തല്ല? ശരിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബ്ദുൽ ഉസ്സ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞതായി കാണാം. പക്ഷെ അതെന്തല്ല? ശരിയല്ല. ഇനി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിം അതുപോലെ അബ്ദുള്ള ഇവരൊഴികെ ബാക്കി എല്ലാവരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂൽ ആകുന്നതിന് മുൻപ് ജനിച്ചവരാണ്. ആരൊഴികെ? ഇബ്രാഹിമും അതുപോലെ തന്നെ അബ്ദുള്ളയും. റസൂല് ആയതിന് ഇവരൊഴികെ ബാക്കി എല്ലാവരും റസൂൽ ആകുന്നതിന് മുൻപേ ജനിച്ച ആളുകളാണ്. ഇവർ രണ്ടാളും എപ്പോഴാണ് ജനിക്കുന്നത്? റസൂൽ ആയതിന് ശേഷമാണ്. ഇവര് രണ്ടുപേരും റസൂൽ ആയതിന് ശേഷം ജനിച്ചവരാണ്. ബാക്കിയുള്ളവരൊക്കെയോ റസൂല് ആകുന്നതിന് മുൻപ് ജനിച്ച ആളുകളാണ്. പ്രവാചകന്റെ മൂത്ത മകൻ ആരാണ്? ഖാസിമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്ത മകൻ അൽ ഖാസിമാണ്. ഖാസിം. ഒരഭിപ്രായം ഇങ്ങനെ വന്നിട്ടുണ്ട്, എന്താണ്? സൈനബാണ് എന്ന്. പക്ഷേ അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്ത മകൻ ആരാണ്? അല്ലെങ്കിൽ മൂത്ത കുട്ടിയാരാണ്? ഖാസിമാണ്. ഇനി മക്കളിൽ ഏറ്റവും ചെറുതാരാണ്? മൂത്തത് നമ്മൾ പറഞ്ഞു ഖാസിമാണ്. ഏറ്റവും ചെറുതാരാണ്? അഹ്സൻ, ഇബ്രാഹിമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളിൽ ഏറ്റവും ചെറിയ ആളാരാണ്? ഇബ്രാഹിമാണ്. കാരണം ഈ വിഷയത്തിൽ എന്തില്ല? അഭിപ്രായ ഭിന്നതയില്ല. നമ്മളെ മൂത്ത കുട്ടിന്റെ കാര്യത്തിൽ പറഞ്ഞു സൈനബാണ് എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ പ്രബലമായ അഭിപ്രായം എന്താണ്? അൽ ഖാസിമാണ്. എന്നാൽ ചെറിയ മകൻ ഇബ്രാഹിമാണ് എന്ന വിഷയത്തിൽ തർക്കമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഇബ്രാഹിം ജനിക്കുന്നത് എവിടെയാ? മദീനയിലാണ്. ഇബ്രാഹിം ജനിക്കുന്നത് മദീനയിലാണ്. അതുകൊണ്ട് തന്നെ
ഈ ഒരു വിഷയം ശ്രദ്ധിക്കുക. ഇതിൽ 7-ൽ 6 പേരുടെ ഉമ്മാരാണ്? അഹ്സൻ, ഖദീജ റളിയല്ലാഹു അൻഹയാണ്. 6 മക്കളുടെ ഉമ്മയും ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഇനി ഇതിൽ ഇബ്രാഹീമിന്റെ മകനോ? അഫ്വൻ, ഇബ്രാഹിമിന്റെ ഉമ്മയോ? അഹ്സൻ, മാരിയത്തുൽ ഖിബ്തിയയാണ്. മാരിയത്തുൽ ഖിബ്തിയ. ഈ മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്നത് ഈജിപ്തിലെ രാജാവായിരുന്ന, ഈജിപ്തിലെ ഇസ്കന്ദരിയ എന്ന് പറയുന്ന സ്ഥലത്തെ രാജാവായിരുന്ന മുഖൗഖിസ് എന്ന് പറയുന്ന രാജാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹുദൈബിയ സന്ധിയുടെ വേളയിൽ റസൂലിന് ഹദിയ കൊടുത്തയാളായിരുന്നു ആര്? മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന സ്ത്രീയെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമയായിരുന്നു. ഭാര്യയാണോ? അല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമയായിരുന്നു. അവർ ആദ്യം ക്രിസ്ത്യാനിയായിരുന്നു, പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് റളിയല്ലാഹു അൻഹ. പൊതുവെ ആരും എന്ത് ചെയ്യാറില്ല, മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയാറുള്ളൂ. പൊതുവെ റളിയല്ലാഹു അൻഹ എന്ന് പറയാറില്ല. ആദ്യം ക്രിസ്ത്യാനിയായിരുന്നു, പിന്നീട് എന്ത് ചെയ്തു? ഇസ്ലാം സ്വീകരിച്ചു റളിയല്ലാഹു അൻഹ. ഇവർ മരണപ്പെടുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. അദ്ദേഹമാണ് മയ്യത്ത് നിസ്കാരം അല്ലെങ്കിൽ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകിയിരുന്നത്. ആരാണ്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ബഖീയിലാണ് ഇവരെ മറമാടിയത്, ബഖീയിൽ. ഇനി പെൺമക്കളിൽ ഏറ്റവും ചെറുതാരാണ്? ഈ വിഷയത്തിൽ എന്തുണ്ട്? ഭിന്നതയുണ്ട്. പെൺമക്കളിൽ ഏറ്റവും ചെറുത് ആരാണ് എന്ന വിഷയത്തിൽ ഭിന്നതയുണ്ട്. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ അവിടുന്ന് പറയുകയാണ്, അൽ ഇഖ്തിലാഫു ഫിസ്സുഗ്റ ഫീ ബനാതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കസീറൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറിയ മക്കളുടെ വിഷയത്തിൽ ആരാണ് ഏറ്റവും ചെറുത് എന്ന വിഷയത്തിൽ ധാരാളം അഭിപ്രായ ഭിന്നതയുണ്ട്. വൽ ഇഖ്തിലാഫു ഫീ അക്ബരിഹിന്ന ശുദൂദ്. എന്നാൽ മൂത്തവരുടെ വിഷയത്തിൽ, മൂത്ത മകൾ ആരാണ് എന്ന വിഷയത്തിൽ ചെറിയ തോതിലുള്ള അഭിപ്രായ ഭിന്നതയേ ഉള്ളൂ. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, വസ്സഹീഹു അന്ന അക്ബറഹുന്ന സൈനബ്. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും മൂത്ത പെൺകുട്ടി ആരാണ്? സൈനബാണ് എന്ന് ഇബ്നു അബ്ദുൽ ബർ അവിടുന്ന് പറയുകയാണ്. ഇനി ഇബ്നു അബുൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ അവിടുന്ന് തെരഞ്ഞെടുത്ത അഭിപ്രായം എന്താണ്? ഏറ്റവും ചെറുതാരാണ് എന്നാണ്. ആരാണ്? ഉമ്മു കുൽസൂം. ഉമ്മു കുൽസൂം ലഹുന്ന ഖാത്തിമ എന്ന് പറഞ്ഞാൽ അവസാനം ആരാണ്? ഉമ്മു കുൽസൂമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതാണ് നാം മക്കളുടെ വിഷയത്തിൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം. എന്നിട്ട് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ അവിടുന്ന് പറയുകയാണ്, വൽ കുല്ലു ഫീ ഹയാതിഹി ദാഖുൽ ഹിമാം വബഅദഹു ഫാത്തിമ ബിനിസ്ഫി ആം. എന്താണ്? അതിലെല്ലാവരും തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ, റസൂൽ ജീവിച്ചിരിക്കെ തന്നെ 6 മക്കൾ എന്തായിട്ടുണ്ട്? മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആരൊഴികെ? ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒഴികെ. അവരെപ്പോഴാണ് മരണപ്പെടുന്നത്? വബഅദഹു ഫാത്തിമ ബിനിസ്ഫി ആം. നിസ്ഫു ആം എന്ന് വെച്ചാൽ എത്രയാ? എത്ര? അഹ്സൻ, 6 മാസം അല്ലേ? നമ്മളെ അറബി മാസമായാലും എത്ര മാസമാണ് ഉള്ളത്? 12. നിസ്ഫു ആം എന്ന് വെച്ചാൽ 6. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടതിന് എത്ര കഴിഞ്ഞിട്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നത്? 6 മാസം. ഇനി സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കിതിൽ വലിയ പാഠമുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 6 മക്കൾ എന്ത് ചെയ്യാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ മരണപ്പെടുകയാണ് അല്ലേ? എത്രത്തോളം എന്ന് വെച്ചാൽ, അവിടുത്തെ ഇളയ മകനായ ഇബ്രാഹിം, ആലോചിച്ച് നോക്കണം. നമുക്ക് നമ്മുടെ മക്കൾ എന്താണെന്നുള്ള നമുക്കറിയാം. നമ്മളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഫാത്തിമ ബീവിയെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? ഖിത്അതു കബ്ദി, എന്റെ കരളിന്റെ കഷ്ണമാണ് ആര്? ഫാത്തിമ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ച പ്രയോഗമാണത്. ഖിത്അതു കബ്ദി, എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ. നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് ഒരാഴ്ചക്കിടയിൽ ഒരു മകൻ എന്ത് ചെയ്തു? പനി പിടിപെട്ടു. പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞ് അടുത്ത മകന് വിട്ടു. അങ്ങനെയെങ്കിൽ നമ്മൾ പറയുന്ന വാക്ക് എന്തായിരിക്കും?
ഒന്നാമത് മകന് ഒരു പനി വന്ന് ഇത് 2 ദിവസം കഴിഞ്ഞത് അടുത്ത മകന് എന്താണ് ഇങ്ങനെ എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ തന്നെ കേൾക്കുന്നതാണ്. അങ്ങനെ പറയുന്ന ആളുകളില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇളയ മകൻ ഇബ്രാഹിം എങ്ങനെ മരണപ്പെടുന്നത്? റസൂലിന്റെ കൈകളിൽ നിന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്നൽ ഐന ലതദ്മഅ. ഇതാ കണ്ണുകൾ ഈറൻ അണിയുന്നുണ്ട്. സ്വാഭാവികമാണ്, സ്വന്തം മകനാണ് മരണപ്പെടുന്നത്, കണ്ണുകൾ ഈറൻ അണിയുന്നുണ്ട്. വ ഇന്നൽ ഖൽബ ലയഹ്സുൻ. നമ്മുടെ ഹൃദയം എന്ത് ചെയ്യുന്നുണ്ട്? പ്രയാസപ്പെടുന്നുണ്ട്, സങ്കടത്തിലാണ് നമ്മുടെ ഹൃദയം. പക്ഷെങ്കിൽ വലാ നഖൂലു ഇല്ലാ മാ യുർലി റബ്ബന. നമ്മുടെ റബ്ബിന് തൃപ്തിയുള്ള ഒരു വാക്കല്ലാതെ നമ്മൾ ഉച്ചരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സന്ദർഭത്തിലാണ് പറയുന്നത്? റസൂലിന്റെ മകൻ മരണപ്പെടുന്ന സന്ദർഭത്തിൽ. നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മകൻ മരണപ്പെട്ടപ്പോഴുള്ള അവസ്ഥ മാത്രമാണ് പറഞ്ഞത്. 6ഓളം മക്കൾ എന്തായിട്ടുണ്ട്? മരണപ്പെട്ടിട്ടുണ്ട്. മക്കയിലെ മുശ്രിക്കീങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? കളിയാക്കാറുണ്ട് എന്നാണ്. എന്താണ്? അബ്തറാണ്, വാലറ്റവനാണ്, പരമ്പരയില്ലാത്തവനാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് മക്കയിലെ മുശ്രിക്കീങ്ങൾ കളിയാക്കാറുണ്ട് എന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ പിൻപറ്റുന്ന ഏതാളാണ് ഈ ലോകത്തുള്ളത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ പിൻപറ്റപ്പെടുന്ന വ്യക്തി വേറെ ആരാണുള്ളത്? ഒരു ചിത്രം പോലും ഇതുവരെ ഒരാളും കണ്ടിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രൂപം നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരാളും കണ്ടിട്ടില്ല. എന്നിട്ട് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നത് പോലെ, പിൻപറ്റപ്പെടുന്നത് പോലെ മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണിക്കാൻ സാധിക്കുമോ? കല്ല വല്ലാഹ്, ഒരിക്കലും സാധിക്കുകയില്ല. അതാണ് അവർ മുശ്രിക്കീങ്ങൾ കളിയാക്കിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന് കൊടുക്കുന്ന ഒരു വാഗ്ദാനമുണ്ട്. എന്താണത്? നിന്റെ ദിക്റിനെ നാം ഉയർത്തിയിട്ടുണ്ട്. എന്താണത്? ആയത്ത് ഏതാണ്? വറഫഅനാ ലക ദിക്റക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത വാഗ്ദാനമാണ്. നോക്കൂ സഹോദരങ്ങളെ, എന്നിട്ട് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഖിറത്തിലേക്ക് വേണ്ടി ക്ഷമിക്കുകയാണ്. നമുക്ക് വലിയ പാഠമുണ്ട്. നമ്മളും ഇതുപോലെയാകണം. നമ്മൾ വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമ്മൾ റസൂലിനെ സ്നേഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ റസൂലിനെ പോലെ ജീവിക്കുന്നവരാണ്. ഇതുപോലെയുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്, അല്ലേ? ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. യഥാർത്ഥത്തിൽ ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ആ ഇഷ്ടത്തിന്റെ അടയാളാണെന്ത്? അവരെ പിൻപറ്റുമെന്നുള്ളത്. ഒരാളെ നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അയാളെ പിൻപറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളുടെ സ്നേഹം സിദ്ഖുള്ളതാണ് എങ്കിൽ നമ്മൾ ഇതുപോലെ ആകണം. ഇതിനാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത്. വെറുതെ ഇങ്ങനെ വന്ന് കുറെ ഊറ്റം കൊണ്ട് പോകാനല്ല. ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. മറിച്ച് നമ്മൾ ഓരോ പാഠങ്ങൾ മുന്നോട്ട് പഠിച്ചു പോകുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താൻ നോക്കണം. എങ്കിലേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഈ ചരിത്രം പറയുന്നത് പോലെ പറയാത്തത്. ചരിത്രം പറയുന്നത് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്ടാ? 1-2 ദിവസം നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും. 3-ാമത്തെ ദിവസം എന്തുണ്ടാവും? അതങ്ങ് മറന്നു. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഖിയാമത്ത് നാൾ വരെ ഇൻഷാ അല്ലാഹ് അതിന്റെ മുറാജയും മറ്റും ഉണ്ടായി കഴിഞ്ഞാൽ, പിന്നെ പറയുന്ന എനിക്ക് ഇഖ്ലാസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ബാക്കിയുള്ള ആളുകൾക്കും ജീവിതത്തിൽ മാറ്റാനുള്ള എന്തുണ്ടാവും? ഒരു ത്വര ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഈ ഒരു കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹ്ക്ക് വേണ്ടി എന്ത് ചെയ്യാണ്? ക്ഷമിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പിന്നീട് പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം 6 മാസം കഴിഞ്ഞ് ആരും കൂടി മരണപ്പെടുകയാണ്? ഫാത്തിമ റളിയല്ലാഹു അൻഹ മരണപ്പെടുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. സഹോദരിമാരും മരണപ്പെട്ടു, ഉപ്പയും മരണപ്പെട്ടു. എന്തായിരിക്കും അവസ്ഥ? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു വാക്കില്ലേ റസൂൽ മരണപ്പെട്ട നേരത്ത്, എങ്ങനെയാണ് അനസെ മണ്ണ് വാരിയിടാൻ തോന്നിയത് എന്നുള്ള ആ ഒരു കാര്യം. അത്രയും പ്രയാസത്തിലാണ്. വാ കർബ അബത, എന്റെ ഉപ്പാക്ക് എന്തൊരു പ്രയാസം. ഇത് കണ്ണുകൊണ്ട് കാണുന്നത് ആരാ? ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം, അഥവാ മരണത്തിന് ശേഷം എത്ര മാസം കഴിഞ്ഞാണ് മരണപ്പെടുന്നത്? 6 മാസം. ഈ ഒരു കാര്യം ആയിഷ റളിയല്ലാഹു അൻഹ ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തന്നെ ഇന്ന് കാണപ്പെടുന്ന പരമ്പരകളൊക്കെ ആരിൽ നിന്നുള്ളതാണ്? ഫാത്തിമ ബീവിയിൽ നിന്നുള്ളതാണ്.
ഇന്ന് നമ്മുടെ നാട്ടിലായാലും മറ്റു നാടുകളിലായാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പര ആരിൽ നിന്നുണ്ടാകുന്നതാണ്? ഹസൻ, ഹുസൈൻ, ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളായ അവരിൽ നിന്നുണ്ടാകുന്ന പരമ്പരയാണ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തിൽ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ ഒരു കാര്യമാണ് ചെറിയ രൂപത്തിൽ വിശദീകരിക്കാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതിൽ വല്ല ഖൈറും ഉണ്ട് എങ്കിൽ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അള്ളാഹുവിൽ നിന്ന് മാത്രമുള്ളതാണ്. പറഞ്ഞതിൽ വല്ല തെറ്റും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പുറത്ത് നൽകി മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وهذا والله تعالى أعلم بالصواب. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.